ആരില്ലേ? ശ്രീദേവി, ശ്രീദേവി, ആരാ? ശ്രീദേവി ഇവിടെ ഇല്ലേ? താൻ ആരാ? ഞാൻ ബാലു. ബാലുവോ? തനിക്കിപ്പോ എന്താ വേണ്ട? എനിക്ക് ശ്രീദേവിയുടെ അച്ഛനെ ഒന്ന് കാണണം. ശ്രീദേവിയുടെ അച്ഛൻ ഞാൻ തന്നെയാ. അയ്യോ, അമ്മാവനായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആ, ശ്രീദേവിയുടെ അതേ ഫേസ് കട്ട് തന്നെ. ഇരുന്നാട്ടെ, കഥയിലോട്ട് ഇരുന്നാട്ടെ. ശ്രീദേവി, താൻ ആരാ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പിടിച്ചിരുത്താൻ? അതൊക്കെ പറയാനല്ലേ ഞാൻ വന്നത്. ആ, എന്താ ശ്രീദേവി നോക്കിക്കുന്നത്? പോയി ചായ കൊണ്ടുവാ. അമ്മാവന് ചായയോ കാപ്പിയോ? എനിക്ക് ചായ മതി. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. പോയി ചായ കൊണ്ടുവരാൻ. ചായ കുടിക്കണോ കാപ്പി കുടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. താൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അപ്പൊ അമ്മാവനൊന്നും അറിഞ്ഞില്ലേ? ഇത് നല്ല കൂത്ത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ശ്രീദേവി. താൻ കെട്ടാൻ പോകുന്ന പെണ്ണോ? അത് താനാണോ തീരുമാനിക്കുന്നത്? എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ? അമ്മാവനാ? താൻ വന്നപ്പോഴേ മുതൽ തന്റെ ഈ വിളി ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഏത് മുറയിലാണോ ഞാൻ തന്റെ അമ്മാവനായത്? മോളെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മാവനല്ലേ? ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് വിളിച്ചതേ ഉള്ളൂ. ശ്രീദേവി ഒന്നും പറഞ്ഞില്ലേ? അതിന് താന് ശ്രീദേവിയായിട്ട് എന്താ ബന്ധം? ഞങ്ങള് ഭയങ്കര ബന്ധത്തിലാ. ശ്രീദേവി പറഞ്ഞായിരുന്നു അമ്മാവൻ വളരെ ഡീസന്റ് ആണ്, വലിയ തറവാട്ടി പിറന്നാണെന്നൊക്കെ. സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെയൊക്കെ വലിയ ഇഷ്ടമാണെന്ന്. എടി ശ്രീദേവി, ആ ചായ വന്നു, ചായ വന്നു. ആ, അമ്മാവൻ കുടിച്ചാട്ടെ. ചൂടാറുമ്പോ കുടിച്ചാട്ടെ. ശ്രീദേവി, നമ്മൾ തമ്മിൽ അടുപ്പാണെന്നുള്ള കാര്യം നീ അമ്മാവനോട് പറഞ്ഞില്ലായിരുന്നു? അവള് പറഞ്ഞു കാണും, അമ്മാവൻ മറന്നുപോയോ? ഇയാള് പറയുന്നതൊക്കെ സത്യമാണോ? അയ്യോ, സത്യമാണോ? നാം ഉണ്ടായിരോ? എന്താണ് ഇതിന്റെ നാം ഇറങ്ങിപ്പോയോ? നിന്നോടോ ചോദിച്ചത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമില്ലായിരുന്നല്ലോ. അമ്മാവൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഈ വന്ന കാലത്ത് ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മരുമകനായിട്ട് വരുവാന്ന് പറഞ്ഞാ അതിന്റെ ക്രെഡിറ്റ് അമ്മാവനോടല്ലേ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ തന്നെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത ആഴ്ച അമ്മാവൻ വീട്ടിലോട്ട് വന്ന് എല്ലാം വിശദമായി അന്വേഷിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. നിലവിളക്കിന്റെയും നിറവറയുടെയും അകമ്പടിയില്ലാതെ ബാലു എന്റെ കഴുത്തിൽ താലി കെട്ടി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് തോന്നിയ നിമിഷം അതായിരുന്നു. കൗമാരം മുതൽ സ്വപ്നം കണ്ടിരുന്ന എന്റെ മുന്നിൽ ബാലു. ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആദ്യ രാത്രിയിൽ മഴ പെയ്താൽ ആദ്യത്തേത് പെൺകുഞ്ഞായിരിക്കും. അതും ഉടനെ ഉണ്ടാകും. എന്താ ഉടനെ വേണ്ടേ? അല്ല, ശ്രീദേവിക്ക് ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ? എന്താ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ പറയണം. അതനുസരിച്ച് വേണം നമ്മുടെ. സത്യത്തിൽ ശ്രീദേവി എനിക്ക് സ്വന്തമായി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നൽ. എന്താ ശരിയല്ലേ? ആരാ? ആർക്കായാലും വരാൻ കണ്ടൊരു സമയമേ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ ഇപ്പൊ ഇവിടെ വരൂ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഒന്ന് പതുക്കെ പറയൂ. എനിക്കിപ്പോ വരാൻ പറ്റില്ല. നാളെ സംസാരിക്കാം. ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. ഞങ്ങളറിയാതെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി ആഘോഷിക്കാമെന്ന് കരുതിയോ? സാരമില്ല, ആദ്യ രാത്രി നാളെ ആകാമല്ലോ. പക്ഷെ നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റിയ കാര്യമല്ല. നീ ഇപ്പൊ തന്നെ പുറപ്പെടണം. ഇല്ല, ഞാൻ വരില്ല. നീ വരില്ല എന്ന് പറയുന്നത് കേട്ട് ഞാനങ്ങ് പോവില്ല. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പറയും. എല്ലാരും വന്നിട്ടുണ്ട്. അതീസ, ഈ മഴയത്ത് കാറ്റും മഴയും വെയിലുമൊന്നും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന് നീ തന്നെയല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? വരൂ. അതീസേ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം. ഇന്നത്തെ രാത്രി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. വലിയ തമാശ പറയാനുള്ള സമയമല്ലത്. മാസങ്ങൾക്ക് മുമ്പ് നീ തന്നെയല്ലേ ഈ ദിവസം തീരുമാനിച്ചത്? ബോംബ് വെക്കാൻ നിനക്കാൾ എക്സ്പെർട്ട് വേറെ ആരുമില്ലല്ലോ. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. കേൾക്കാം. പക്ഷെ ഇന്ന് രാത്രി 10:55 സമയം തെറ്റിപ്പോയാൽ
ബാംഗ്ലൂർ എക്സ്പ്രസിലെ 11 നമ്പർ ബോഗി പാലം കടന്നുപോയാൽ മാസങ്ങളായി നാം കാത്തുനിന്ന നമ്മുടെ പ്രതിയോഗി രക്ഷപ്പെടും. നിങ്ങൾ എന്ത് പറഞ്ഞാലും പറ്റില്ല, ഞാൻ പോവും. ഇല്ല ബാലു, നീ പോയില്ല. എന്നും മെജോറിറ്റിയുടെ അഭിപ്രായത്തിനാണല്ലോ നാം വിലകൽപ്പിച്ചത്. കേരള ഇല്ല, നിങ്ങളുടെ കൂടെ കൂടാൻ ഇനി ആവില്ല. ഏറെ നേരമായോ വന്നിട്ട്? സോറി, ഞാനൊന്ന് മയങ്ങിപ്പോയി. ശ്രീദേവി. അയ്യോ ബാലു, എന്തു പറ്റി? ആകെ നനഞ്ഞല്ലോ. ശ്രീദേവി, ഞാനിതൊക്കെ വേണമെന്ന് കരുതി ചെയ്തല്ല. ബാലു, എന്താ ഇത്? ശ്രീദേവി, നീ എന്നെ ഒരിക്കലും ശപിക്കരുത്. ഞാൻ അനന്തൻ അറിയാതെയാണെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. അനന്തന്റെ മുന്നിൽ താലി കെട്ടാൻ ഞാൻ കഴുത്ത് നീട്ടിത്തരാം. എന്റെ ശരീരം മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്റെ മനസ്സ് നിറയെ ബാലുവാണ്. ബാലു മാത്രം. അവിടെ ആർക്കും പ്രവേശനമില്ല. ഹലോ മിസ് ശ്രീദേവി, അനന്തം മാഷെ കാണാൻ പോയിട്ട് വരികയായിരിക്കും അല്ലേ? അനന്തം മാഷ് വളരെ നല്ലവനാ. പിന്നെ കല്യാണത്തിന് വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. മംഗളാശംസകൾ നേരാൻ. കഴിവയുടെ മോളെ, നിന്നെ ഞാൻ കണ്ടോ.